ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. 6-7 ദിവസമായി. എന്താണെന്ന് വെച്ചാൽ പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിയായിരുന്നു കേട്ടോ. എനിക്ക് പനി വന്നു, പിന്നെ മോൾക്ക് പനി വന്നു, പിന്നെ എനിക്ക് പനി വന്ന ശേഷം പിന്നെ മുഖത്തൊക്കെ ആകെ അലർജി പോലെ തടുപ്പും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. പിന്നെ വിഷുവിൻ്റെ തിരക്കുമല്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ വിഷുവിൻ്റെ തിരക്കും കടയിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ ഞാൻ കുറച്ച് എടുത്ത് വെച്ചു, പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ പിന്നെ അതുപോലെ തന്നെ വോയിസ് കൊടുക്കാനോ ഒന്നിനും ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ടയേർഡായിരുന്നു, ഭയങ്കര വയ്യാണ്ടായി കേട്ടോ. പിന്നെ അമ്മേനൊക്കെ വിളിച്ചിട്ട് വന്നു കേട്ടോ. എനിക്കിവിടെ ഒറ്റയ്ക്ക് വീട്ടു കാര്യങ്ങളും കടയും എല്ലാം കൂടി നോക്കാൻ പറ്റാണ്ട് ഏട്ടൻ പോയി അമ്മേനെ വിളിച്ചിട്ട് വന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പം അമ്മയുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ സഹായത്തിന് ആളുണ്ട്. എന്നാലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ തന്നെ ചെയ്യണമല്ലോ. ഷോപ്പിലെല്ലാം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആൾക്കാർ വന്നാലൊക്കെ എടുത്ത് കൊടുക്കാൻ എല്ലാത്തിനും വലിയ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. അമ്മ അടുക്കളയിലും കാര്യങ്ങളും, പിന്നെ ഇടയിൽ അമ്മയും കടയിലേക്ക് വരും. അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരാഴ്ച. പിന്നെ അന്നത്തെ ദിവസമാണ് എനിക്ക് ഭയങ്കര തലവേദന ആയിട്ടോ. അത് വിഷുവിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് തോന്നുന്നു. എനിക്ക് കറക്റ്റായി ഓർമ്മയില്ല. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് പിന്നെ വേറൊരു ദിവസമാണ് കേട്ടോ. ഇന്നാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഭയങ്കര തലവേദന വന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ച വരെ ഞാൻ ഒരേ കിടത്തായിരുന്നു. പിന്നെ ഒരു ഗുളികയൊക്കെ കഴിച്ചു മൈഗ്രെയിനിൻ്റെ. പിന്നെ ഒരു ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോഴാണ് ഇത്തിരി സമാധാനമായത് കേട്ടോ. ഉച്ചയ്ക്ക് സമാധാനമായത് പിന്നെ ഞാൻ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. പിന്നെ മൺഭരണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കാനുള്ള ടാപ്പുള്ളതിന് ഭയങ്കര സെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഷോപ്പിൽ സാധനം കുറവാണ്. അപ്പോൾ ഈ ഇടയിൽ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ടാപ്പ് വയ്ക്കണ പണിയുണ്ടായിരുന്നു. പിന്നെ കുറേ എണ്ണം ടാപ്പൊക്കെ വെച്ചു. അതിനുശേഷം കൃഷ്ണൻ പാക്ക് ചെയ്യേണ്ട ഇതുണ്ടായിരുന്നു കേട്ടോ. കുറേ കൃഷ്ണന്മാർ പാക്കിങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ പൈപ്പ് വെച്ച ശേഷം പിന്നെ ഞാൻ കൃഷ്ണനെയൊക്കെ പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഈ 2 ദിവസത്തിൽ നമ്മൾ കൊണ്ടുവന്നതൊക്കെ വിൽക്കണമല്ലോ. പക്ഷേ ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറേ കൃഷ്ണന്മാർ ബാക്കി വന്നു. ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ എടുത്തു, പക്ഷെ അത്രയ്ക്ക് കണ്ട് സെയിലായില്ല കേട്ടോ. കുറേ ബാലൻസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ആണെങ്കിൽ അടുത്ത വർഷമല്ലേ പോവുള്ളൂ. അപ്പോൾ എല്ലാം അടുത്ത റൂമിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ വിഷുവിൻ്റെ മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കണ്ണം ചേച്ചത് അവിടെ ഷോപ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കൃഷ്ണന്മാരനെയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരാഴ്ച ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അതാണ് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. 6 ദിവസം വീഡിയോ ഇടാത്തതിലേക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഇതായി. എന്തായാലും ഇന്ന് മുതൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ഇടും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. ഇതാ നമ്മുടെ കൃഷ്ണന്മാർ കണ്ടില്ലേ, ഇതാ സ്റ്റാൻഡിൽ ഫുള്ളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. കളറും എല്ലാം കൂടി കാണുമ്പോൾ ഭയങ്കര കളർഫുള്ളായിട്ട് കാണാൻ തന്നെ നമ്മുടെ കണ്ണിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അതാ നമ്മുടെ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ച് എടുത്തത് എല്ലാം കൂടിയിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ ആക്കിയതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇനി നാളെ മുതൽ കറക്റ്റായി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഭരണികളൊക്കെ കുറച്ച് എടുത്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. റാക്കിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല 2 ആഴ്ച മുമ്പ് വന്ന ഭരണികളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എന്താ പറയുക പാക്കിംഗ് ഒന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ പാക്കിംഗ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് നമ്മൾ റാക്കിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. അപ്പോൾ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷോപ്പ് എന്തായാലും തുറന്നു വെച്ച ശേഷമാണ് പിന്നെ മുറ്റടിക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ മുറ്റത്ത് കുറച്ച് കുപ്പിയും കാര്യങ്ങളും പൊടികളും ഒക്കെ ഉണ്ട്. നമ്മുടെ സിമെൻറ്റ് നില ആയതുകൊണ്ട് തന്നെ അടിക്കാനൊക്കെ സുഖമാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ അടുക്കളയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ട് എന്താ പറയുക സാധനങ്ങളൊക്കെ ഒതുക്കുകയായിരുന്നു കേട്ടോ. റാക്കിൻ്റെ അടിയിൽ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പൊടിയും മണ്ണും ഭയങ്കര പൊടിയാണ് കേട്ടോ. ഈ പൊടിയിൽ നിന്നാണ് എനിക്ക് അലർജി വന്നിട്ട് മുഖത്തെ തടുപ്പും പനിയും അതൊക്കെ വന്നതെന്ന് ഏട്ടൻ പറയണം കേട്ടോ. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ മാസ്ക് എടുത്തില്ല കേട്ടോ. പിന്നെയും എന്താ പറയുക, മാസ്ക് എടുക്കാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും വലിയ പൊടിയൊന്നും തോന്നിയില്ല രാവിലെ ആയതുകൊണ്ട്. ഇതിപ്പോൾ നേരത്തെയാണ്, രാവിലെ കുറച്ച് നേരത്തെയാണ്, അതുകൊണ്ട് തന്നെ വലിയ പൊടി എനിക്ക് തോന്നിയില്ല. പക്ഷേ പൊടി നല്ല പൊടി ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ചെയ്യണതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ അതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അമ്മ അത് അവിടെ എല്ലാവിടെയും വലിച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്താൽ പെട്ടെന്ന് കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ ക്ലീനിങ് പരിപാടി ഇവിടെ ഷോപ്പിലില്ല, മെയിനായിട്ട് ക്ലീനിങ് പരിപാടിയാണ് കൂടുതലുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡാണ്, പിന്നെ മൺപാത്രങ്ങളാണ്, പൊടികൾ നന്നായി നിറയും, അങ്ങനത്തെ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവർക്കൊന്നും തീരെ പറ്റില്ല കേട്ടോ, അത്രയും പൊടിയാണ്. എനിക്ക് മുമ്പൊന്നും അലർജി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ ഷോപ്പിൽ നിൽക്കാൻ തുടങ്ങിയ ശേഷമാണ് അലർജിയൊക്കെ വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡ് സൈഡിലിരിക്കുമ്പോൾ പൊടിയൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് വരികയല്ലേ. പിന്നെ മാസ്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യൂല. അന്ന് പിന്നെ കൊറോണ ടൈമിലാകുമ്പോൾ എന്തായാലും ഇട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ, ഫുൾ ടൈം നമുക്ക് മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ മാസ്ക് ഒന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ അലർജിയും ഇടയ്ക്ക് ഇങ്ങനെ ഒരു തടുപ്പ് മുഖത്ത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു 2 വർഷം മുമ്പ് വന്നു, പിന്നെ ഇത് ഇടയ്ക്ക് ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അങ്ങനെ ഷോപ്പിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടോ, പിന്നെ അടുക്കളയ്ക്ക് വന്നു. പിന്നെ ഞാനിതാ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിതാ ചായയൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ അതാ മോൾ എണിച്ച് വന്നു കേട്ടോ ഇടയിൽ. അപ്പോൾ മോൾ ഇതാ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ അതാ കുളിക്കാൻ പോയി കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് അമ്മ കുളിക്കാൻ പോയി. പിന്നെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തിയും പിന്നെ ഇന്നലെ മട്ടൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ കഴിക്കാൻ പോകുന്നത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ചപ്പാത്തി കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഒന്ന് ആലോചിച്ചത്. അപ്പോൾ എന്തായാലും ചപ്പാത്തിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഇന്നലെ മട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മട്ടൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മട്ടൻ കറിയും മട്ടൻ്റെ ഗ്രേവിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. അമ്മയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും ചപ്പാത്തിയും കൂടിയാണ് ഇന്നത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പം മാവ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ദോശ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ദോശയും മട്ടൻ കറിയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ അന്ന് ചപ്പാത്തി ഉണ്ടാക്കി. ചപ്പാത്തിയും ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ഗ്രേവിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം അത് അമ്മയും അനുവും മോളും കൂടിയിട്ട് റേഷൻ കടയ്ക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ അവിടുത്തെ കാർഡ് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാമല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അമ്മ അവിടുത്തെ കാർഡ് എടുത്ത് വന്നിട്ട് ഇവിടുന്ന് എന്താ പറയുക, റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മോളുടെ അടുത്ത് ഞാൻ കാർഡും കൊടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെയും വാങ്ങിക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ റേഷൻ കടയ്ക്കൊക്കെ പോയി വന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കറി വന്നിട്ട് ഉച്ചയ്ക്കുള്ള കറി മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി അമ്മ സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാനല്ല വെച്ചത്, അമ്മ വെച്ചതായിരുന്നു. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയും മാമ്പഴ പുളിശ്ശേരിയും. നമ്മുടെ തൊടിയിൽ വന്നിട്ട് 2 മാവുണ്ട് കേട്ടോ. ഒരു മാവ് വന്നിട്ട് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെപ്പോഴും മാങ്ങ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് തന്നെ വേറൊരു മാവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഉണ്ടായതായിരുന്നു കേട്ടോ അത്. അതിൽ ചെറിയ മാങ്ങയാണ്, പക്ഷെ നല്ല മധുരം, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. എന്തോ പേരുണ്ട് കേട്ടോ, അതെനിക്ക് മറന്നുപോയി. അപ്പോൾ ആ മാങ്ങയിലാണ് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൂസും ഉണ്ട് കേട്ടോ. അപ്പൂസിന് ഇഷ്ടമല്ല അത്ര, മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ അതാണ് കഴിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.